എന്തായാലും ഈ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഇപ്പോഴും ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ പറന്നു തന്നെ നിൽക്കുകയാണ്. ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള വാർത്തകൾ പറഞ്ഞതിന് ശേഷം കൂടുതൽ പ്രശ്നമായിട്ടുണ്ട്. അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ എന്നും അമേരിക്കൻ രാഷ്ട്രീയത്തെയും അമേരിക്കൻ ഭരണാധികാരികളെയും സ്വാധീനിക്കുന്നതാണ് അമേരിക്കയിലെ പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത്. ഒരു ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനം പബ്ലിക്കിനെ ഭയക്കുന്നു എന്നുള്ളത് തന്നെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തീർച്ചയായിട്ടും അമേരിക്കയിൽ ഉയരുന്ന വികാരം റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ഇപ്പോൾ മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. മധു, അമേരിക്കയിൽ ശരിക്കും ഈ അമേരിക്കൻ പ്രസിഡന്റും മറ്റുള്ളവരും ഒക്കെ തന്നെ ഈ ഇറാനിൽ നടക്കുന്ന ഈ കമ്പൈൻഡ് അറ്റാക്ക് നിരീക്ഷിക്കുന്ന വാർത്തകളൊക്കെ താങ്കൾ അയച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അമേരിക്കയിൽ ഇപ്പോൾ ആഹ്ലാദമാണോ അമ്പരപ്പാണോ? അമേരിക്കയിൽ US കോൺഗ്രസിൽ തീർച്ചയായിട്ടും ഡെമോക്രാറ്റ്സ് ട്രംപിന്റെ ഈ നടപടിക്ക് എതിരെ പരസ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 റിപ്പബ്ലിക്കൻ സെനറ്റർമാരുമാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഈ ജന അഭിപ്രായം സംബന്ധിച്ചുള്ള പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് റിപ്പബ്ലിക്കൻ ആൾക്കാരിൽ തന്നെ 40% പേര് ഇത്തരം ഒരു ആക്രമണം വേണമെന്നായിരുന്നു അവകാശപ്പെട്ടത്. എന്നാൽ 35% അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. അതേസമയം മുതിർന്ന അമേരിക്കൻ പൗരന്മാരിൽ 50% അധികം ആൾക്കാരെ ഇറാന്റെ പക്കൽ ഒരു ആണവായുധം ഉണ്ടാകുന്നത് ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ 35% ആളുകൾ ഇത് സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിവില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇത് സംബന്ധിച്ച് ഈ ആക്രമണം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയ്ക്ക് രാത്രിയിലാണ് ഇത്തരം ഒരു ആക്രമണത്തിനൊക്കെ തുടക്കമിടുന്നത്. പക്ഷേ ഇത് പട്ടാപ്പകലായിരുന്നു. ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു തിടുക്കപ്പെട്ട് വാഷിംഗ്ടൺ DC-യിലേക്ക് എത്തുകയും പ്രധാന വാതിൽ കൂടെ കയറാതെ സൗത്ത് വിങ്ങിന്റെ വാതിൽ കൂടെ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയി അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂർ നേരം സംസാരിച്ചിട്ട് മാധ്യമങ്ങളെ കാണാതെ മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം തിരിച്ചു പോവുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതീവ രഹസ്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണിക്കാൻ, അതായത് ഒരു ഇലക്ട്രോണിക് ട്രാൻസ്മിഷന് പോലും തയ്യാറാകാതെ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്ന് ട്രംപിനെ സമ്മതിപ്പിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു സംയുക്ത സൈനിക ആക്രമണത്തിന് തയ്യാറല്ല എന്ന സൂചനകളാണ് വരുന്ന കാര്യം. ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ പലരും ഇത്തരം ഒരു നേരിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ ഉണ്ടാകുന്ന പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുത്ത സമയം പട്ടാപ്പകൽ 30 ബോംബുകളിട്ടാണ് തകർത്തത്. അത് കാരണം ഈ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഒരുമിക്കുന്ന അപൂർവ നിമിഷം, ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അലി സംഖാനി അവരുടെ ടോപ്പ് സെക്യൂരിറ്റിയും ഖമേനിയുടെ അഡ്വൈസറുമായിരുന്നു. മുഹമ്മദ് ഫക്പോർ അവരുടെ IRGC-യുടെ കമാൻഡർ ആയിരുന്നു. പ്രതിരോധ മന്ത്രി അമീർ നസീർ സദ, ഇവരിത്രയും പേരും ഖമേനിയുമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അവർ ആക്രമിച്ചത്. മുതിർന്ന നേതാക്കളെ എത്രയും പേരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു യുദ്ധതന്ത്രമായിരുന്നു പ്രയോഗിച്ചത്. അമേരിക്കയുടെ 70ഓളം പട്ടണങ്ങളിൽ ഈ യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ലോസ് ആഞ്ചൽസ്, വാഷിംഗ്ടൺ DC-യിലുമെല്ലാം നാഷണൽ ഇറാനിയൻ അമേരിക്കൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പുള്ള ഡൊണാൾഡ് ട്രംപും ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തരായ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സൂസി, മാർക്കോ റൂബിയോ, പീറ്റ് ഹെഗ്സത്ത് തുടങ്ങിയവരെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇത് ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ പുതിയ ഇത് വന്നിരിക്കുന്നത് ആകാശം, കര, കടൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള മിസൈലുകൾക്ക് പുറമെ ഇറാന്റെ ഷഹദ് ഡ്രോണുകൾ, അത് വളരെ പ്രശസ്തമാണ്. ഇതാണ് റഷ്യ യുക്രൈനിയൻ യുദ്ധത്തിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചതും അവർ പിടിച്ചു നിന്നതും ഈ ഡ്രോണുകളുടെ സഹായത്തോടെ. സമാന രീതിയിലുള്ള അമേരിക്കൻ ഡ്രോണുകൾ ഈ യുദ്ധമുഖത്ത് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെ 2 വലിയ വിമാനവാഹിനി കപ്പലുകൾ, ഏതാണ്ട് 5000ഓളം സൈനികരാണ് ഒരു വിമാനവാഹിനി കപ്പലിൽ. അത് 75ഓളം പോർ വിമാനങ്ങളും ഓരോ വിമാനവാഹിനി കപ്പൽക്കും ശേഷിയുണ്ട്. ഇത്രയും വലിയ ഒരു നാവിക സൈനിക വിന്യാസം അമേരിക്ക നടത്തിയത് ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈ യുദ്ധം തീരുവാൻ സാധ്യതയില്ല. തന്നെയുമല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി യുദ്ധം ചെയ്യുവാൻ അമേരിക്കയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ പറ്റത്തുമില്ല. ആകാശവും അതുപോലെ തന്നെ കടലിൽ നിന്നുള്ള ആക്രമണത്തിൽ കൂടെ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഈ ഭരണമാറ്റം ഉണ്ടാകുന്നിടം വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വലിയ തയ്യാറെടുപ്പാണ് നടത്തിയത്. കാര്യം, ഇന്റർനെറ്റ് വിച്ഛേദിച്ചപ്പോൾ സ്റ്റാർലിങ്ങിന്റെ ടെർമിനലുകൾ ഈ ഇറാൻ പ്രക്ഷോഭകാരികൾക്ക് വേണ്ടി എത്തിച്ചു കൊടുത്തു. അത് സ്മഗ്ലിംഗ് എന്നുള്ള വാക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉപയോഗിച്ചത്. അങ്ങനെ അവരെ ലോകവുമായി വീണ്ടും ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇത് 2
രാജ്യങ്ങൾ തമ്മിലുള്ള ദശാബ്ദങ്ങളായിട്ടുള്ള ശത്രുതയാണ്. ഒരു വശത്ത് ഡെത്ത് ടു അമേരിക്ക എന്ന മുദ്രാവാക്യം വിളിച്ചപ്പോൾ ടെററിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞ് അമേരിക്ക തിരിച്ച് മുദ്രകുത്തി മാറി മാറി വന്ന ഭരണാധിപന്മാരുടെ സമയത്തും ഈ ശത്രുത അതേ രീതിയിൽ പോകുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച ഉപദേശം, ഈ മുതിർന്ന നേതൃത്വം മാറി പുതിയ തലമുറ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലെ പോലെ അമേരിക്കയ്ക്ക് ഒരു പങ്കാളിത്തത്തിനുള്ള സാധ്യതയുണ്ട്. അതാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് നമുക്കറിയാൻ ലഭിക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.